ഇവളേന്ന് കേട്ടിട്ടുണ്ടോ? പലർക്കും വിശ്വാസം ഉണ്ടാവില്ല. എനിക്ക് പണ്ട് വിശ്വാസം ഉണ്ടായിരുന്നില്ല, പിന്നെ ഞാൻ അങ്ങനെ വിശ്വസിച്ചു. ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഒരു 5 days ബാക്ക് ഞാൻ കുറേ നാൾക്ക് ശേഷം എൻ്റെ ഒരു ഫാമിലി പരമായിട്ടുള്ളൊരു പരിപാടിക്ക് പോയി. ഈ പരിപാടിക്ക് പോയിട്ട് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് വർ ലൈക്ക് മറ്റേ പൂരത്തിന് എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ആനേനെ കൊണ്ടടക്കുന്ന പോലെയാണ് എനിക്ക് ഒരു പരിചയത്തെ കുറേ പേരെ പരിചയപ്പെടുത്താൻ വേണ്ടി എന്നെ കൊണ്ടടക്കുന്നുണ്ടായിരുന്നത്. വേറെ കുറച്ച് പേര് വന്നിട്ട് വണ്ണം കുറഞ്ഞൂലോ, മുടി നീട്ടം വെച്ചൂലോ, ഭംഗി വെച്ചൂലോ, നിറം വെച്ചൂലോ എന്നുള്ള രീതിയിൽ ഒരു മാതിരി ഡയലോഗ്സ്. അപ്പുറത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ലാത്തൊരു ആൻറ്റി വന്നിട്ട് എനിക്ക് കല്യാണം ആലോചിക്കുന്നു. വേറെ കുറേ പേര് വന്നിട്ട് എൻ്റെ ചെറുപ്പത്തിൽ കണ്ട കഥ, ചെറുപ്പത്തിൽ എൻ്റെ വർത്താനത്തിൻ്റെ കഥ, എൻ്റെ വായൽനാവിൻ്റെ കഥ, എൻ്റെ സ്മാർട്ട്നെസ്സിൻ്റെ കഥയൊക്കെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആക്ച്വലി ഇതൊന്നും പറയാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല അത്, എന്നിട്ടും അവർ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പരിപാടി കഴിഞ്ഞ് വന്നിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ വൊമിറ്റിങ്ങും വയ്യായി ആയിട്ട് കിടന്നതാണ്. പിന്നെ എൻ്റെ തലയൊന്ന് പൊന്തണത് ലിറ്ററലി ഇന്നലെയാണ്. ഞാൻ ഒന്ന് എഴുന്നേറ്റ് കുളിക്കണത് ഇന്നാണ്. ലൈക്ക് അത്രയും ഞാൻ ഡെഡായി എന്ന് വിചാരിച്ച അവസ്ഥ. അവിടെ പോയി അത് മുഴുവൻ കേട്ട് വന്ന് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചത് എനിക്ക് എന്തോ വലുത് വരാനുണ്ടെന്ന്. പക്ഷെ ഡെഡ് ആവാണ്ട് മറ്റേ രക്ഷപ്പെട്ടു പോകണമെന്ന് പറയല്ലോ. ലിറ്ററലി അമ്മാതിരി എനിക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ ലിറ്ററലി അമ്മാതിരി ഡൗണായി. അപ്പം എനിക്ക് മനസ്സിലായി, അധികം പണി കിട്ടുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പോവാണ്ടിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഈ ഇവളെ വിശ്വസിക്കാത്തവരുണ്ടല്ലോ, പണി കിട്ടുമ്പോൾ വിശ്വസിച്ചോളും. അല്ലാണ്ട് ഇപ്പം ഞാൻ എന്താ പറയുക.